സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്കൊരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഗൂഗിളിന്റെ ഫയർബേസ് സ്റ്റുഡിയോ AI എനാബിൾഡ് വർക്ക് സ്പേസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വർക്ക് സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബ്, ബാക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞ ഏത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് സിമ്പിൾ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഫയർബേസ് സ്റ്റുഡിയോയിൽ സൈൻ അപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു ആപ്ലിക്കേഷന്റെ പ്രോട്ടോടൈപ്പ് ജനറേറ്റ് ചെയ്തെടുക്കുക, എങ്ങനെയാണ് അത് പബ്ലിഷ് ചെയ്യുക എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ എൻഡ് വരെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പം ഇൻട്രൊഡക്ഷൻ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫയർബേസ് സ്റ്റുഡിയോയിൽ പോകണമെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രൗസർ എടുക്കുക. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ക്രോം ആണ്, അതുകൊണ്ട് ഞാൻ ക്രോം എടുത്തത്. എന്നിട്ട് ഇവിടെ ഫയർബേസ് സ്റ്റുഡിയോ എന്ന് കൊടുക്കുക. firebase.studio അതാണ് അവരുടെ ഡൊമെയിൻ. ഓക്കെ, അപ്പം ഈ ഒരു പേജിലേക്ക് ലാൻഡ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദി ഫുൾ സ്റ്റാക്ക് AI വർക്ക് സ്പേസ്. എന്താല്ലേ, ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഫയർബേസ് സ്റ്റുഡിയോ ആക്സിലറേറ്റ് യുവർ എൻ്റയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ വിത്ത് AI ഏജൻസ്, ബിൽഡ് ബാക്ക് എൻഡ്സ്, ഫ്രണ്ട് എൻഡ് ആൻഡ് മൊബൈൽ ആപ്സ് ഓൾ ഇൻ വൺ പ്ലേസ്. ഓക്കെ, താഴോട്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇതൊക്കെ ഒന്നുമില്ല, ജസ്റ്റ് എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് അത് പോസിബിൾ ആണ്. ആൻഡ്രോയിഡ് ആപ്സ്, വെബ് ആപ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിപ്ലോയ്മെന്റ് പോസിബിൾ ആണ്. ഇതിൽ ഇവർ ഡിപ്ലോയ് ചെയ്യുന്നത് ഫയർബേസിന്റെ ക്ലൗഡിലാണ്, അല്ല ഗൂഗിളിന്റെ ക്ലൗഡിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വേണം. അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നിങ്ങൾക്ക് $300 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗൂഗിൾ ക്ലൗഡിന്റെ ഇത് കിട്ടും. അത് നിങ്ങൾക്ക് ഡിപ്ലോയ്മെന്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. 3 മാസത്തേക്കാന്ന് തോന്നുന്നു. അപ്പം അതും നമുക്ക് പറയാം. ഫസ്റ്റ് നമുക്കൊരു സാമ്പിൾ ആപ്ലിക്കേഷൻ ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു വർക്ക് സ്പേസ് ആണ്, അല്ലെങ്കിൽ IDE എന്ന് പറയും. നമ്മൾ VS Code ഒക്കെ, VS Code എന്ന് പറയാൻ പറ്റില്ല, VS Code കാരണം കോഡ് എഡിറ്റർ ആണ്. എക്ലിപ്സ് അങ്ങനത്തെ വലിയ ഇതില്ല, ഇന്റലിജെ അങ്ങനത്തെ ഒരു IDE പോലത്തെ, പക്ഷെ വിത്ത് AI എനാബിൾഡ് ഈ ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രൈ ഫയർബേസ് സ്റ്റുഡിയോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്ക് പോകും. ഇവർ ആനിമേഷനൊക്കെ അടിപൊളിയല്ലേ, നിങ്ങളിപ്പോൾ കണ്ടില്ലേ. പിന്നെ ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ, കൺഫേം കൊടുക്കുക. ഇതാണ് നമ്മളുടെ വിൻഡോ. ഈ വിൻഡോ എനിക്ക് കാണുമ്പം എന്താ പറയുക, ChatGPT ഡാർക്ക് മോഡിൽ ഓപ്പൺ ചെയ്ത പോലെ ഉണ്ട്. അത് സെയിം തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രോട്ടോടൈപ്പ് ആൻഡ് ആപ്പ് വിത്ത് AI. അപ്പം ഇവിടെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. ഞാൻ എന്താ കൊടുക്കുക, ആൻ ആപ്പ് വിച്ച് ഷുഡ് റീഡ് ടെക്സ്റ്റ് ഫ്രം uploaded image. If no text found, user should able to re-upload. അപ്പം ഞാനൊരു എന്താ പറയുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന, അതായത് ഇമേജ് വിത്ത് ഫോട്ടോ അത് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ആ ഇമേജിലുള്ള ടെക്സ്റ്റ് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ടെക്സ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എറർ കാണിക്കണം. അപ്പം അതാണ് എൻ്റെ ആവശ്യം. അങ്ങനത്തെ ഒരു ആപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തു. എന്നിട്ട് പ്രോട്ടോടൈപ്പ് വിത്ത് AI എന്ന് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഈ ലോഗോ. ഓക്കെ, കണ്ടോ, ആപ്പിന് അവർ തന്നെ പേരിട്ടു, ഇമേജ് സ്ക്രൈബ്. ഇത് വേണമെങ്കിൽ എനിക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് അവിടെ എഡിറ്റ് ആവും. ആപ്പ് നെയിം എല്ലാം മാറ്റി കൊടുക്കാം. തൽക്കാലം ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ്, ഇത് AI പറയുന്ന ഫീച്ചേഴ്സാണ്. നമ്മൾ കൊടുത്ത കമാൻഡിനനുസരിച്ച് AI ക്രിയേറ്റ് ചെയ്ത് തന്ന ഫീച്ചേഴ്സ്. ഈ ഒരു ഫീച്ചേഴ്സ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി സാമ്പിൾ ഇത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇമേജ് അപ്ലോഡ്, അലോ യൂസേഴ്സ് ടു അപ്ലോഡ് ഇമേജസ് ഫ്രം ദ ഡിവൈസ് ഓർ പേസ്റ്റ് ഇമേജ് URLs. ഓക്കെ, ഫൈൻ.
text extraction, extract text from the uploaded image using OCR and display the extracted text in a text box. Alert the user if no text is found. Okay. Retry mechanism, implement a retry re-upload button that becomes active when the system fails to find the text. Reset the text extraction area. Okay. ഇത് മതി സാമ്പിൾ. എന്നിട്ട് ഇവിടെ പ്രോട്ടോടൈപ്പ് ദിസ് ആപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് പ്രോസസ് ഓക്കെ, ലെറ്റ്സ് പ്രോട്ടോടൈപ്പ് ദിസ് ആപ്പ്. ഇവിടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം എല്ലാ ഫയൽസും ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ഇവര് ഏത് ടെക്സ്റ്റ് സ്റ്റാക്കിലാണ് വേണ്ടതെന്നും കൂടി ചോദിക്കേണ്ടിയിരുന്നു. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ബൈ ഡിഫോൾട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റിലേക്കാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ TS ഫയലാണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓരോ ഫയൽ ജനറേറ്റ് ചെയ്യുന്ന കാണാം. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ താഴെ നിങ്ങൾ കണ്ടോ, ജെമിനി ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, സോ ഡബിൾ ചെക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കംപ്ലീറ്റ് പ്രോസസ് വർക്ക് ചെയ്യുന്നത് ജെമിനിൻ്റെ AI മോഡൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ആപ്പിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. അതിവിടെ ഒരു ചെറിയൊരു വിൻഡോയിൽ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇതാണ് അവർ പറഞ്ഞ ആപ്പ്. ഇവിടെ നമുക്ക് ഒരു സാമ്പിൾ ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ആൻ ഇമേജ്. ഇവിടെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടോ നോക്കണം. ഡൗൺലോഡ്സിൽ ഫോട്ടോ, ഇവിടെ ഓപ്പൺ, എക്സ്ട്രാക്ട് ടെക്സ്റ്റ് നോക്കാം ഇത് വർക്ക് ചെയ്യുമെന്ന്. ഇവിടെ എറർ വന്നിട്ടുണ്ട്. പ്ലീസ് പാസ് ഇൻ ദി API കീ ഓർ സെറ്റ് ദി ഗൂഗിൾ ജെൻ API എൻവിറോൺമെന്റ് വേരിയബിൾ. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ടൈമിൽ ഈ പർട്ടിക്കുലർ AI അല്ലെങ്കിൽ ജെമിനി AI നിങ്ങൾക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷനിൽ യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു API കീ ഉണ്ടാവും. ആ API കീ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ API കീ ജനറേറ്റ് ചെയ്യണം. എങ്ങനെ ജനറേറ്റ് ചെയ്യാം? നിങ്ങളിവിടെ ചുമ്മാ അടിക്കുക, ജെമിനി API കീ എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഫസ്റ്റ് ലിങ്കിൽ പോവുക. ലിങ്കിൽ പോയിട്ട് ഇവിടെ ഉണ്ടാവും, ലോഗിൻ ചെയ്യണം തോന്നുന്നു. ഗോ ടു AI സ്റ്റുഡിയോയിലേക്ക് പോവുക. ഇവിടെ ഗെറ്റ് API കീ ഉണ്ടാവും. ക്രിയേറ്റ് API കീ കൊടുക്കുക. എന്താ ടൈം എടുക്കുന്ന ഓക്കെ. അപ്പം ഇവിടെ ഒരു API കീ ജനറേറ്റ് ചെയ്തിടും. ഇത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് പിന്നെയും ഫയർബേസ് സ്റ്റുഡിയോയിലേക്ക് പോവുക. ഇവിടെ അത് പേസ്റ്റ് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എറർ മെസ്സേജ് അല്ല, ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ജെമിനി API കീ അപ്ഡേറ്റഡ്. പിന്നെ വേറൊരു കാര്യം ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ദി ഫസ്റ്റ് ഇറ്ററേഷൻ ഓഫ് ദി ആപ്പ് പ്രോട്ടോടൈപ്പ് ഈസ് റെഡി. ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേർഷൻ ഓഫ് ദാറ്റ് ആപ്പ്. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഫസ്റ്റ് വേർഷൻ ആണിത്. ഇപ്പോൾ വേറെ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സെക്കൻഡ് വേർഷൻ ആയിട്ട് മാറും. നമുക്ക് ഈ ഒരു കീ കൊടുത്തിട്ട് ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് നോക്കാം ഒരു ഇമേജ്. ഇവിടെ കൊടുക്കാം, എക്സ്ട്രാക്ട് ടെക്സ്റ്റ് കൊടുക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. കണ്ടോ, ബെസ്റ്റ് സമ്മർ എവർ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഇല്ലാത്തൊരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഇമേജസ്. അപ്പോൾ അതും കൂടി നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സേവ് ചെയ്യാം. ഇത് ഇവിടെ എവിടെയെങ്കിലും സേവ് ചെയ്യാം. അതും കൂടി നോക്കാം. ഇതിലൊരു ടെക്സ്റ്റും ഇല്ല, എക്സ്ട്രാക്ട് ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് എറർ കിട്ടുന്നുണ്ടോ നോക്കാം. അതെ, ഇത് എററാണ്. കാരണം അൺഫ്ലാഷ് ഇങ്ങനെ കാണിക്കരുത്. കാരണം ഇത് എവിടെ നിന്നാണ് ഞാൻ ഇമേജ് എടുത്തത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ എറർ ഒന്നും ത്രോ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു 90% എന്താ പറയുക ഓക്കെ ആയിരിക്കും ഈ പ്രോട്ടോടൈപ്പ്. ബാക്കി നമ്മൾ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണം. അതെങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് ടു കോഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു IDE ആയിട്ട് മാറും.
നിങ്ങളുടെ VS കോഡ് പോലെ ഒരു കോഡ് എഡിറ്റർ ആയിട്ട് ഇത് മാറും. ഇത് മാറിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഫയൽ എക്സ്പ്ലോററിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ SRC എവിടെയാണ് ആപ്പ് ഉള്ളത് എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടെ റീഡ്മിയിൽ കൊടുത്തിട്ടുണ്ട് ദിസ് ഇസ് എ നെക്സ്റ്റ് JS സ്റ്റാർട്ടർ ഫയർബേസ് സ്റ്റുഡിയോ. ഇത് നെക്സ്റ്റ് JS പ്രോജക്റ്റ് ആണ്. പ്രൊജക്റ്റ് മാറ്റാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് ബൈ ഡിഫോൾട്ട് ആണ്, കാരണം ഒരു ഓപ്ഷനും അത് ഇനീഷ്യലി ചോദിച്ചിട്ടില്ല. അപ്പം അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ കോമ്പണൻസിലേക്ക് പോയ UI, ഇതിൻ്റെ മെയിൻ ആപ്പ് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ പേജ്, ഇവിടെയാണ് നമ്മളുടെ മെയിൻ കോഡ് ഉള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ ജെമിനൈൻ്റെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ആൻസർ നമുക്ക് തരും. അതിന് വേണ്ടിയിട്ടാണിത്. ഇത് തൽക്കാലം നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇതാണ് നമ്മളുടെ കോഡ്. ഇവിടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് എന്താ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം എറർ എന്താണെന്ന്, അതായത് ഒരു ഇമേജ് ടെക്സ്റ്റ് ഇല്ലാത്തൊരു ഇമേജ് കൊടുക്കുമ്പം അത് നമുക്ക് എറർ ത്രോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കേസ് ഇവിടെ നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത് നോക്കാം. ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. ഇത്ര ടൈം എടുക്കുന്നത്, കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇവിടെ പോയോ? ഇത് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പബ്ലിഷർ ആപ്സ് വന്നു. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വി യൂസ് ഫയർബേസ് ആപ്പ് ഹോസ്റ്റിംഗ് ടു ഹോസ്റ്റ് യുവർ ആപ്ലിക്കേഷൻ. ഇവിടെ ഫയർബേസ് പ്രോജക്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് പ്രൊജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ലിങ്ക് ക്ലൗഡ് ബില്ലിംഗ് അക്കൗണ്ട്. ഈ ക്ലൗഡ് ബില്ലിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ക്ലൗഡിൽ ഒരു അക്കൗണ്ട് വേണം. ആ അക്കൗണ്ട് ആയിരിക്കണം ഇവിടെ ലിങ്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഇവിടെ ക്രിയേറ്റ് എ ക്ലൗഡ് ബില്ലിംഗ് അക്കൗണ്ട് കൊടുത്താൽ ഗൂഗിൾ ക്ലൗഡിലേക്ക് പോകും. ഗൂഗിൾ ക്ലൗഡിൽ എനിക്കിവിടെ അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ പാർട്ട് ചെയ്യില്ല. നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം ഡെഫിനറ്റ്ലി. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവിടെ കൺഫേം കൊടുക്കുക. പിന്നെ ഈ ഒരു ഇവിടെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ UPI ID അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇവിടെ ആഡ് ചെയ്യണം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ, പേയ്മെൻറ്റ് പ്രൊഫൈൽ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ ക്ലൗഡ് $300 ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട്. അത് 90 ദിവസത്തേക്കാണെന്ന് തോന്നുന്നു. ലേൺ മോർ കൊടുത്താൽ കിട്ടും. ഇവിടെ സ്റ്റാർട്ട് ഫ്രീ കൊടുത്താൽ ഇവിടെ ചിലപ്പോൾ എഴുതി കാണിക്കും. ഇതാ $300 ഇൻ ഫ്രീ ക്രെഡിറ്റ്. ട്രൈ ഗൂഗിൾ ക്ലൗഡ് സ്പെൻഡ് ഓവർ നെക്സ്റ്റ് 90 days. നോ ഓട്ടോമാറ്റിക് ചാർജസ്. നിങ്ങളിപ്പം പേയ്മെൻറ്റ് ആഡ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് പിടിക്കില്ല. അവർ നിങ്ങളടുത്ത് കൺഫേം ചെയ്തിട്ട് മാത്രമേ പൈസ പിടിക്കുള്ളൂ. അതുകൊണ്ട് അത് വരിയിടാവണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ 90 days ട്രയൽ എടുക്കാം. $300 നിങ്ങൾക്ക് ഫ്രീ ക്രെഡിറ്റ് കിട്ടും. ആ ക്രെഡിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് ഈ ആപ്പൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ഒരു ആപ്ലിക്കേഷൻ പോലെ അത് വന്ന് കിടക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ആർക്കായാലും ഷെയർ ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അത്ര കാര്യങ്ങളെ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഇത് പുതിയൊരു എന്താ പറയുക, ഇത് അടിപൊളി ഫീച്ചറായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം 1 മിനിറ്റ് പോലും വേണ്ടി വന്നിട്ടില്ല നമുക്കൊരു ഇത്രയും വലിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ. വലുതെന്ന് പറഞ്ഞാലും കുറേ ഫങ്ഷനാലിറ്റി ഇതിലുണ്ട്. എന്നാലും അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പം ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ വേണം. ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ജസ്റ്റ് പ്രോംപ്റ്റ് മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ കിട്ടും. പിന്നെ വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഫയർബേസ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ, അതായത് മെയിൻ പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര വർക്ക് സ്പേസസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇവിടെ ഫയർബേസ് സ്റ്റുഡിയോ ഈസ് കറൻ്റ്ലി അവൈലബിൾ വിത്ത്
3 വർക്ക് സ്പേസസ് അറ്റ് നോ കോസ്റ്റ് ഡ്യൂറിങ് പ്രിവ്യൂ. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനും 3 വർക്ക് സ്പേസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ കിട്ടും പ്രിവ്യൂ ടൈമിൽ. ഓക്കെ. ഇനി ഗൂഗിൾ ഡെവലപ്പർ പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 30 വർക്ക് സ്പേസ് വരെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിന് മെമ്പർ ആകാൻ ഒന്നുമില്ല, ജസ്റ്റ് ഇതിൽ പോവുക, ജോയിൻ പ്രോഗ്രാം എന്ന് ഇവിടെ കൊടുത്താൽ മതി. ഗൂഗിൾ ഫോർ ഡെവലപ്പേഴ്സ് ഇവിടെ ജോയിൻ പ്രോഗ്രാമിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ഡെവലപ്പേഴ്സിൽ ഒരു മെമ്പറായിട്ട് മാറും. ഇത് പെയ്ഡ് ഒന്നല്ല. പിന്നെ ഈ ഗൂഗിളിൻ്റെ ഇയർലി ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം ഇവിടെയാണ് നോട്ടിഫൈ ആവുക. ഞാൻ ഓൾറെഡി മെമ്പറാണ്, പക്ഷേ ഡിഫറെൻ്റ് അക്കൗണ്ടിലാണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ ജോയിൻ പ്രോഗ്രാം എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളും ഇത് മെമ്പറായിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ നിയർ ബൈ സിറ്റിയിലൊക്കെ ഗൂഗിൾ കണ്ടക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിവിടെയാണ് നോട്ടിഫൈ ആവുക. ഇവിടുന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് 30 വർക്ക് സ്പേസ് വരെ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഡ്രോബാക്സ്, അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് സോഫ്റ്റ്വെയർസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനും അതേപോലെ കൊളീഗ്സിനൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് വീഡിയോ. ഇനി അടുത്തൊരു അടിപൊളി കണ്ടന്റ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.